ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ ദാറ്റ് ഡെവലപ്പ് ആസ് എ മോയ്സ്ചറൈസർ. അപ്പോൾ ഒരു മോയ്സ്ചറൈസറും കൂടെ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു അടിപൊളി കിടിലനായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ SPF ഫാക്ടർ നോക്കുകയാണെങ്കിൽ SPF 50 ആണ്, 50+ ആണ്. പിന്നെ PAയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4+ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ, അതായത് UV ആൻഡ് UVB റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു സൺസ്ക്രീനാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കൺസിസ്റ്റൻസി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ക്വിക്കായിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ചെയ്യും. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ നോക്കുകയാണെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ നമ്മുടെ സൺസ്ക്രീനിൻ്റെ ബ്രാൻഡ് മറ്റൊന്നുമല്ല, ഫോർമുല RX എന്നാണ് കേട്ടോ. ദ ഫോർമുല RX എന്നാണ് ബ്രാൻഡ് നെയിം വന്നിട്ടുള്ളത്. ഇത് പുതിയൊരു ലോഞ്ചാണ് കേട്ടോ, പുതിയ ലോഞ്ചിങ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതേപോലെ ഒരു വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ട്യൂബ് ബേസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണെങ്കിൽ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ്, അതോടൊപ്പം തന്നെ ഈവൻ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ്. അതായത് അവരുടെ സ്കിന്നിൽ യാതൊരുവിധ കോമൺ ആയിട്ടുള്ള ഇറിറ്റേഷൻസ് ഒന്നും ഒക്കർ ചെയ്യില്ല. അപ്പോൾ വളരെ ധൈര്യത്തോടു കൂടി യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട എല്ലാവർക്കും അറിയാമല്ലോ. നോർമലി നമ്മൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആയി ഒന്ന് മോയ്സ്ചറൈസിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ കേട്ടോ. ആദ്യമേ ഈ പ്രൊഡക്റ്റിൻ്റെ കളർ ബേസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ടിൻറ്റഡ് ആണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ അല്ല, നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു കവറേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ഹാൻഡിൽ തന്നെ അപ്ലൈ ചെയ്യുമ്പോഴേ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളൊരു BB ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ കളർ ബേസ് നോക്കുമ്പോൾ. ടെക്സ്ചർ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ജെൻറ്റിലായിട്ടുള്ളൊരു ടെക്സ്ചറാണ്. പിന്നെ ക്യുക്കായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവുന്നുണ്ട്. പിന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡായി കിട്ടുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റോ അങ്ങനത്തെ പ്രോബ്ലമോ സ്റ്റിക്കി ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ സോഫ്റ്റാണ്. ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്രുവൽറ്റി ഫ്രീ ആണ്, വേഗൻ പ്രൊഡക്റ്റ് ആണ്, പിന്നെ പാരബൻ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ എല്ലാവർക്കും സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും സെൻസിറ്റീവിനെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഇത് പറ്റുമോ ഇല്ലയോ എന്ന്. ബിക്കോസ് ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവരുടെ സ്കിന്നിന് യാതൊരുവിധ കോമൺ ഇറിറ്റേഷൻസോ റെഡ്നെസ് ഒന്നും ഒക്കറാവില്ല കേട്ടോ. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. കിടിലൻ ബെനഫിറ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയൻസ് ആയ നിയാസിനമൈഡ് ഉണ്ട്, പെപ്റ്റൈഡ്സ് ഉണ്ട്. നല്ല രീതിക്ക് സൂത്തൻ ചെയ്യാനും ഹൈഡ്രേഷനൊക്കെ ലോങ് ലാസ്റ്റിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലിസറിനൊക്കെ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ഈവൻ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരുടെ സ്കിന്ന് പോലും നല്ല രീതിക്ക് സൂത്തൻ ചെയ്യും. അതായത് ഇറിറ്റേഷൻസോ റെഡ്നെസ്സോ ഒന്നും തന്നെ അവരുടെ സ്കിന്നിൽ ഒക്കറാവില്ല. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ജെൻറ്റിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ക്യുക്കായിട്ട് തന്നെ അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഡൾ ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ ഡൾനെസ് ഒക്കെ നന്നായിട്ട് മാറ്റി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ SPF 50 ഓൾറെഡി ഫാക്ടർ, അതായത് നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ നമ്മൾ പറഞ്ഞല്ലോ, അതുകൂടാണ്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രൈമറായിട്ട് കൂടെ ആക്ട് ചെയ്യും. പിന്നെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒരു സൺ പ്രൊട്ടക്ഷൻ മാത്രമല്ല, മോയ്സ്ചറൈസർ, പ്രൈമർ, അതോടൊപ്പം തന്നെ ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടുള്ള നിയാസിനമൈഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുക. അതായത് 1 സ്റ്റെപ്പിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് നമ്മുടെ ഈ ഒരു ഫോർമുല RX സൺസ്ക്രീൻ. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അടുത്തായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു കാർഡ്ബോർഡ് ബേസ്ഡ് എന്തൊക്കെയാണ് ഡീറ്റെയിൽ കൊടുത്തേക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ 50+ എന്ന് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, പക്ഷേ 50 ഉള്ളൂ കേട്ടോ. PAയുടെ കാര്യത്തിലാണ് 4+ വന്നിട്ടുള്ളത്. ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ളത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അതായത് UV ആൻഡ് UVB റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. 50 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പാക്കേജിലുള്ളത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 699 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. ഇപ്പം നമുക്ക് അത്യാവശ്യം ഓഫറിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഗ്ലിസറിൻ, പിന്നെ പെപ്റ്റൈഡ്സ്, പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹൈലനോണിക് ആസിഡ് ഇൻക്ലൂഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ആൽക്കഹോൾ ഫ്രീ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ആൽക്കഹോൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കുകയല്ല,
നല്ല രീതിക്ക് എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ കിട്ടാനുള്ള കാരണം ആൽക്കഹോൾ ഫ്രീ ആയതുകൊണ്ട് തന്നെയാണ്. ആൽക്കഹോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ സൺസ്ക്രീനൊക്കെ എസ്പെഷ്യലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുമ്പം ആൽക്കഹോൾ ഫ്രീ പ്രൊഡക്ട്സ് മാത്രം ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോർമൽ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ വളരെ എഫക്റ്റീവാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അതായത് ഇതിൽ ഗ്ലിസറിനൊക്കെ ഉണ്ടല്ലോ. സോ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ ലോസ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ മോയ്സ്ചർ ലോസ് ഇല്ലാണ്ട് നല്ല രീതിക്ക് മോയ്സ്ചറൈസേഷനൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലിസറിൻ. അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറേ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറാമൈഡ്സ്, പിന്നെ അടുത്തായിട്ട് ഓൾറെഡി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഗ്ലൈക്കോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടാൻ കാരണം ബ്രൈറ്റനിങ് ഏജൻ്റായ നിയാസിനമൈഡൊക്കെ ഇൻക്ലൂഡ് ആണ്. പിന്നെ യൂസ് ബിഫോർ, അതായത് എത്രയാണ് ഷെൽഫ് ലൈഫ് പറഞ്ഞിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ 24 months ആണ് ഷെൽഫ് ലൈഫ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് കോഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഐസും മൗത്തിൻ്റെ ഏരിയയിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഓൾസോ അതായത് ഇഫ് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നോർമൽ കോൾഡ് വാട്ടർ എടുത്തിട്ട് നന്നായിട്ട് കഴുകി കളയാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്കണ്ടിന്യൂ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. കീപ്പ് ഔട്ട് ഓഫ് ചിൽഡ്രൻ, അത് നോർമലി എല്ലാ പ്രൊഡക്റ്റും പറയുന്നതാണ്. പിന്നെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിലൊന്നും കൊണ്ട് സ്റ്റോർ ചെയ്യരുത്. എപ്പോഴും നമ്മൾ നല്ല രീതിക്ക് ഷെൽഫിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഡിറക്ഷൻ ടു യൂസ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ ആപ്ലിക്കേഷൻ കാണിച്ചു, എങ്കിലും പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലെൻസിൽ നിന്നാണ്. സോ ക്ലെൻസർ യൂസ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ പാട്രേജ് ചെയ്തിട്ട് സിറംസ് അല്ലെങ്കിൽ ടോണേഴ്സ് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസർ ഇടുമ്പം എപ്പോഴും ആ ഒരു മോയ്സ്ചറൈസറിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിലൊന്ന് അബ്സോർബ് ചെയ്ത് ഇറങ്ങാനുള്ള ടൈം കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് നിങ്ങൾ പുറത്തേക്ക് പോകാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഒരു 20 മിനിറ്റെങ്കിലും മുന്നേ വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി. പിന്നെ സൺസ്ക്രീൻ നമ്മൾ എപ്പോഴും ഓരോ 2 hours കഴിയും തോറും, അല്ലെങ്കിൽ മാക്സിമം ഒരു 3 hours ഒക്കെ കഴിയുമ്പോഴും നമ്മൾ റീടച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതായത് റീഅപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ റീഅപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത സൺസ്ക്രീൻസിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അത് വാഷ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെനിഫിറ്റ്. അതായത് ഇട്ടതിൻ്റെ പുറത്തുകൂടെ തന്നെ നമ്മൾ വീണ്ടും റീഅപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പോഴ്സ് ഒക്കെ ക്ലോഗ്ഡ് ആയിട്ട് പിമ്പിൾസ്, ആക്നീസ് ഒക്കെ ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സൺസ്ക്രീൻ നമ്മൾ ഓൾറെഡി ഡേ ടൈമിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നൈറ്റിൽ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനില്ലേ ആ ഒരു സമയത്ത് ഡബിൾ ക്ലെൻസിങ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക കേട്ടോ. എങ്കിലുള്ള നമ്മുടെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ പൂർണ്ണമായിട്ട് നമ്മുടെ ഫേസിൽ നിന്നും പോയി കിട്ടുള്ളൂ. ബ്രൈറ്റനിങ് 1 step, അതായത് ബ്രൈറ്റനിങ് 1 step എന്ന് പറയാൻ കാരണം ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ബ്രൈറ്റ്നസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് SPF ഫാക്ടർ 50 ഒക്കെയാണ്. പിന്നെ സൺ റിലീഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ സെറാമിക് സിൽക്ക്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള പെപ്റ്റൈഡ്സ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ വൈസ് ആൻഡ് ടെക്സ്ചർ ഒക്കെ കാണുമ്പോൾ ഒരു BB ക്രീം ടച്ചൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ നോസിൽ കണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് പ്രൊഡക്റ്റ് വരില്ല. നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ കിട്ടുള്ളൂ. പിന്നെ എപ്പോഴും ആഫ്റ്റർ യൂസ് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഈ ക്ലോഷർ ടൈറ്റൻ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കാണിക്കാം. എൻ്റെ കയ്യിൽ കണ്ടോ ക്യുക്കായിട്ട് തന്നെ അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. ഒട്ടും തന്നെ എഫേർട്ടില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡായി പോകുന്നുണ്ട്. നല്ലൊരു ഫിനിഷ് തരുന്നുണ്ട് കേട്ടോ. സ്കിന്നിനൊരു സോഫ്റ്റ് ആൻഡ് പ്ലംപി ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ്. ആ ഒരു ഇൻസ്റ്റൻറ്റ് കൂൾനെസ് കൊണ്ടിട്ട് തന്നെ നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സൺസ്ക്രീൻ. ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കണ്ടോ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റോ ഒരു ഹെവി ഫീലൊന്നും നമുക്ക് തോന്നുന്നില്ല അപ്ലൈ ചെയ്ത. ഒട്ടും വൈറ്റ് കാസ്റ്റോ ഹെവി ഫീലൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്റ്റിക്കി ഫീലൊന്നും തോന്നുന്നില്ല കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ സ്കിന്നിൽ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫീലാണ് കേട്ടോ. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ്, ഹെവിയേ അല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പുതിയ ലോഞ്ചായ, അതായത് റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു സൺസ്ക്രീനാണ് ദ ഫോർമുല RX. അപ്പോൾ ഈ ഒരു ഫോർമുല RX സൺസ്ക്രീനെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം നീഡഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വ്യൂ പ്രൊഡക്റ്റിൽ ഞാൻ ടാഗ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.